നമ്പർ 15 ജനാധിപത്യ ദിനമായിട്ടാണല്ലോ ആചരിക്കുന്നത്. ജനാധിപത്യം വർത്തമാനകാലത്ത് എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. ഇന്ത്യയിൽ ജനാധിപത്യ രാജ്യമാണല്ലോ. ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളായി രൂപപ്പെടുത്തി ഒരു സംവിധാനത്തെയാണ് ജനാധിപത്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പൗരന്റെ സംരക്ഷണമാണ് ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ധർമ്മം. ജനാധിപത്യം വർത്തമാനകാലത്തിന് പേരും മാത്രം ഒതുങ്ങിയിരിക്കുകയല്ലേ. എവിടെ നോക്കിയാലും അഴിമതി, അക്രമം മാത്രം. നാം നിത്യോപയോഗ സാധനങ്ങൾക്കായി ചിലവാക്കുന്നതിന്റെ ഒരു വിഹിതം ഇത്തരത്തിലുള്ള അഴിമതിക്കാരിലേക്ക് എത്തുന്നുണ്ട്. നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ ജനാധിപത്യത്തെ ഇല്ലാതാക്കുകയല്ലേ. ഒരിക്കൽ ഒരു കുട്ടി ഗാന്ധിജിയോട് ചോദിച്ചു, എന്താണ് ബാബുജി ജനാധിപത്യം? അപ്പോൾ മഹാത്മാഗാന്ധി മറുപടി പറഞ്ഞു, നിങ്ങളൊരു ഓട്ട മത്സരത്തിൽ പങ്കെടുത്ത് ജയിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ജയിച്ചു എന്ന് മാത്രം വിചാരിക്കാതെ കൂടെ ചിലർ ഓടിയിരുന്നു എന്ന് ഓർക്കുന്നതാണ് ജനാധിപത്യം. ഒറ്റക്കൊടിയാൽ ആരും ജയിച്ചില്ല. കൂടെ ചിലർ തോൽക്കാൻ ഉണ്ടായത് കൊണ്ടാണ് നിങ്ങൾ ജയിച്ചത്. തന്നെ തിരഞ്ഞെടുത്തവർക്കുള്ള ആനുകൂല്യം തനിക്കും മതി എന്ന് വിചാരിക്കുന്ന ഒരു ജനപ്രതിനിധി എന്നുണ്ടാവുമോ അന്ന് മുതൽ ജനാധിപത്യം നിലവിൽ വരും. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയാറുണ്ട്. സ്വാതന്ത്ര്യം, സമത്വം, സഹോദരം, നീതി എന്നീ മൂല്യങ്ങളുള്ള ഒരു പുതിയ സാമ്രാജ്യത്തെയാണ് നമ്മൾ മുന്നോട്ട് നയിക്കേണ്ടത്. അപ്പോൾ എൻ്റെ കൊച്ചു പ്രസംഗം ഇവിടെ നിർത്താൻ പോവുകയാണ്.